إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا أما بعد فإن أحسن الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي عباد الله أوصيكم وإياي أولا بتقوى الله ഏറെ സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പാലിച്ച് റബ്ബിനെ ഭയപ്പെട്ടുകൊണ്ട് തഖ്വയോടുകൂടി ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് നൽകുകയാണ്. അത്തരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ യഥാവിധം സൂക്ഷ്മതയോടുകൂടി ജീവിക്കുന്ന, തഖ്വയോടുകൂടി ജീവിക്കുന്ന, അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ആമീൻ. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹജ്ജത്തുൽ വദായിലാണ് ഈ ഇസ്ലാമിൻ്റെ സമ്പൂർണ്ണ പൂർത്തീകരണം നിർവഹിച്ചിട്ടുള്ളത്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന എന്ന വിശുദ്ധ ഖുർആനിലെ സൂറത്തു മാഇദയിലെ 3-ാമത്തെ വചനം അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് ഓതിക്കൊടുത്തതിന് ശേഷം 1.25 ലക്ഷം വരുന്ന സഹാബത്തിന്റെ മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അല്ലാഹുമ്മശ്ഹദ് അല്ലാഹുമ്മശ്ഹദ് അല്ലാഹുമ്മശ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷിയാണ്, നീ എന്നിൽ ഏൽപ്പിച്ച ദൗത്യം ഞാനിതാ ഇവിടെ പൂർത്തീകരിക്കുകയാണ്. ഈ ദീന് നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടുണ്ട്. ഈ ദീനിന്റെ സമ്പൂർണ്ണ അവസ്ഥ ഒന്നും കുറവില്ലാതെ, ഒന്നും കൂട്ടേണ്ടതില്ലാത്ത രൂപത്തിൽ കൃത്യമായി ഇസ്ലാമിന്റെ പ്രഭ ഈ ലോകത്തിന് എത്തിച്ചു തന്നിട്ടുണ്ട്. ആ ദൗത്യം സഹാബത്തിനെ സാക്ഷി നിർത്തിക്കൊണ്ട് അള്ളാഹുവിലേക്ക് ഏറ്റുപറയുകയാണ്. ഈ 1.25 ലക്ഷം വരുന്ന സഹാബത്ത് അതിന് സാക്ഷിയാണ് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, ഈ ദീനിൽ ഇസ്ലാം അത് സമ്പൂർണ്ണമാണ്. സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന സർവ്വ നന്മകളും ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്കൊന്നൊഴിയാതെ വിട്ടു പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ
നരകത്തിലേക്ക് ആപതിക്കുന്ന ഏതേതു തിന്മകളുണ്ടോ ആ തിന്മകളെ കുറിച്ചും കൃത്യമായി അതിന്റെ അടിസ്ഥാനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദീനുൽ ഇസ്ലാമിൽ എന്തെങ്കിലും കൂട്ടേണ്ടതോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തിന് യോജിക്കാത്തതാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളയേണ്ടതോ ഇല്ലാത്ത രൂപത്തിൽ ഇസ്ലാം സമ്പൂർണമാണ് എന്നാണ് നമുക്ക് നാം മനസ്സിലാക്കേണ്ടത്. പ്രവാചകന്റെ ആ പാതയെ പിൻപറ്റി കഴിഞ്ഞാൽ ഈ ലോകവും പരലോകവും നമുക്ക് വിജയിക്കാൻ സാധിക്കും. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വഅന്ന ഹാദാ സിറാത്തി മുസ്തഖീമ ഫത്തബിഊഹു വലാ തത്തബിഉ സുബുൽ. നിങ്ങൾ പ്രവാചകന്റെ ആ പാതയെ നിങ്ങൾ പിൻപറ്റണം. പ്രവാചകനെ കൊണ്ട് പറയിപ്പിക്കാൻ, പ്രവാചകന്റെ ആ മാർഗത്തെ നിങ്ങൾ പിൻപറ്റണം. വലാ തത്തബിഉ സുബുൽ. മറ്റു ഇതര മാർഗങ്ങൾ നമ്മുടെ സമുദായത്തിലും അല്ലെങ്കിൽ ഇതര ദർശനങ്ങൾ നമ്മുടെ നാടുകളിലുമുണ്ട്. ആ മാർഗങ്ങളെ നിങ്ങൾ സ്വീകരിച്ചുകൂടാ എന്നാണ് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തോതി നമ്മെ പഠിപ്പിക്കുന്നത്. ഫതഫറഖ ബികും അൻ സബീലി ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ആ മാർഗത്തെ സ്വീകരിക്കുക, ആ വസിയത്തിനെ സ്വീകരിക്കുക എന്നതാണ് നമുക്ക് വിജയിക്കാനുള്ള മാർഗം, തഖ്വ നേടിയെടുക്കാനുള്ള മാർഗം. ആ തഖ്വയിലൂടെ സ്വർഗമെന്ന ആ പ്രവിശാലമായ ലോകത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഏക മാർഗം എന്നത് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പൂർത്തീകരിച്ചു പോയിട്ടുള്ള ആ മതത്തിനെ ഒന്നൊഴിയാതെ ഏതെങ്കിലും മാർഗത്തിൽ നിന്ന് പഠിക്കുക എന്നതല്ല, പ്രവാചകൻ കാണിച്ചു തന്ന രൂപത്തിൽ, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ ദീനുൽ ഇസ്ലാമിനെ ആചരിക്കുക എന്നതാണ് ഏറ്റവും ശരിയായ മാർഗം. അതാണ് വിജയത്തിന്റെ മാർഗം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെ സ്വീകരിക്കണമെന്നും മറ്റിതര മാർഗങ്ങളെ അതിൽ നിന്ന് മാറി നിൽക്കണമെന്നും വിട്ടു നിൽക്കണമെന്നും വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊണ്ടുവന്ന അധ്യാപനങ്ങളെ ജീവിതത്തിൽ ചേർക്കണമെന്നും നമ്മൾ അനുധാവനം ചെയ്യണമെന്നും അതല്ലാത്ത മാർഗത്തെ, പ്രവാചകൻ വിരോധിച്ച മാർഗത്തെ നിങ്ങൾ ഒഴിവാക്കണമെന്നും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു വമാ നഹാകും അൻഹു ഫൻതഹു. പ്രവാചകൻ കൊണ്ടുവന്ന ഏതേത് നിസ്സാരമായ കാര്യമാകട്ടെ അതെല്ലാം നിങ്ങൾ പിടിച്ചുകൊള്ളൂ എന്നാണ്, നിങ്ങൾ എടുത്തുകൊള്ളൂ, നിങ്ങൾക്കതിൽ പരലോക മോക്ഷമുണ്ട്, ദുനിയാവിൽ രക്ഷയുണ്ട്. എന്നിട്ട് അതിന്റെ ബാക്കി പറഞ്ഞത് വമാ നഹാകും അൻഹു ഫൻതഹു. പ്രവാചകൻ എന്തെല്ലാം വിരോധിച്ചിട്ടുണ്ടോ അതെല്ലാം ഏത് കാലഘട്ടത്തിനും വിരോധിക്കേണ്ടതാണ്. അതൊരിക്കലും ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ യോജിക്കുന്നതല്ല. അതുകൊണ്ട് അന്ന് പ്രവാചകൻ വിരോധിച്ചതിനെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന്, നിങ്ങളുടെ സമുദായത്തിൽ നിന്ന്, നിങ്ങളുടെ നാടുകളിൽ നിന്ന് തുടച്ചു മാറ്റണമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ദീനിന് വിഘാതമാകുന്ന ഒരു പ്രവർത്തനവും, ഒരു മീറ്റിങ്ങുകളും, ഒരു സംസാരവും, ഒരു ഇടപാടുകളും, ഒരു നിലക്കുമുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് പോലും ഇസ്ലാമിൽ പാടില്ല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി അൻ തുസീബുഹും ഫിത്ന ഔ യുസീബുഹും അദാബുൻ അലീം. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ നൂറിന്റെ 63-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത് ഫൽയഹ്ദർ, നിങ്ങൾ ശ്രദ്ധിച്ചു നിൽക്കുക, നിങ്ങൾക്ക് താക്കീത് നൽകുകയാണ്. ഫൽയഹ്ദരിൽ ലദീന യുഖാലിഫൂന അൻ അംരിഹി, അല്ലാഹുവും റസൂലും പഠിപ്പിച്ചു തന്ന കാര്യത്തിൽ നിന്ന് ഒരു ഇഞ്ച് തിരിഞ്ഞു മാറിക്കഴിഞ്ഞാൽ, ഒരു ഇഞ്ച് നമ്മൾ മാറി നിൽക്കാൻ കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരായ ഒരു പ്രവർത്തനം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ അവർക്ക് ഫിത്ന ബാധിക്കുന്ന, നമ്മുടെ ഇടയിൽ പലപ്പോഴും കാണാൻ സാധ്യതയുള്ള ഒരു സംഗതിയാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് ഒരല്പം പിന്തിരിഞ്ഞ് കളയുമ്പോഴേക്ക് ഫിത്നകൾ വ്യാപകമാവും. സമൂഹത്തിന്റെ ഉള്ളിലുണ്ട്, ആളുകൾക്കിടയിലുണ്ട്, വീടുകൾക്കിടയിലുണ്ട്, വീട്ടിന്റെ ഉള്ളിലുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയണം. പറയാതെ തന്നെ, വിശദീകരിക്കാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു വസ്തുതയാണത്. അള്ളാഹുവിന്റെ കൽപ്പനയിൽ നിന്ന് നമ്മൾ മാറി നിന്നോ നമുക്കിടയിൽ ഫിത്ന ഉണ്ടാകും. റബ്ബിന്റെ കൽപ്പനയും റബ്ബിന്റെ പ്രീതിയും പ്രവാചകന്റെ ആ ഒരു സുന്നത്തും അനുസരിച്ചല്ല നമ്മുടെ ജീവിതമെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നിലപാടുകളെങ്കിൽ നമുക്കിടയിൽ ഫിത്ന ഉണ്ടാകുമെന്ന് മാത്രമല്ല ഔ യുസീബുഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ അവരെ പിടികൂടുന്ന. അള്ളാഹുവിന്റെ കൽപ്പനക്കെതിരെ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ, പ്രവാചകന്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ നമ്മുടെ റൂട്ടിനെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് വരാനിരിക്കുന്നത് വേദനാജനകമായ ശിക്ഷയാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഇതൊക്കെ പറയുമ്പോഴും സ്വാഭാവികമായി നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് ഈ മുസ്ലിമീങ്ങൾ തന്നെ എത്ര വിഭാഗങ്ങളാണ്, അല്ലേ?
എത്രയെത്ര വിഭാഗങ്ങളായിക്കൊണ്ട് നമ്മുടെ നാടുകളിൽ തന്നെയുണ്ട്. അപ്പൊ ഇവിടെ എന്താണ് ഒരു വിശ്വാസി സ്വീകരിക്കേണ്ട നിലപാട്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഈ വിഷയത്തെക്കുറിച്ച് താക്കീത് നൽകിയിട്ടുണ്ട്. അതിലേക്ക് നമ്മളൊന്ന് മടങ്ങിയാൽ മതി, കാര്യം സോൾവ് ആവും, പ്രശ്നങ്ങൾ അവിടെ അവസാനിക്കും. റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്, ഇന്നഹു മയ്യഅ്ശു മിൻകും ബഅദി ഫസയറ ഇഖ്തിലാഫൻ കസീറ. എനിക്ക് ശേഷം ജീവിച്ചിരിക്കുന്ന ആളുകളിൽ ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും, ഉടലെടുക്കുമെന്ന് പ്രവാചകൻ പറഞ്ഞതാണ്. അത് ഉണ്ടായിട്ടില്ലെങ്കിലാണ് പ്രവാചകത്വത്തിന് എന്തോ പ്രശ്നമുണ്ടെന്ന് വാദിക്കേണ്ടി വരുന്നത്. എന്നാൽ ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കളവ് പറയാത്ത പ്രവാചകൻ, വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹീൻ യൂഹാ, വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ചിരുന്ന ആ പ്രവാചകൻ പറയുകയാണ്, ഫസയറ ഇഖ്തിലാഫൻ കസീറ. ഒരുപാട് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും, ഒരുപാട് കക്ഷികൾ ഉണ്ടാകും. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം മറ്റൊരു ഹദീസിലൂടെ പറഞ്ഞു നൽകുകയാണ്, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി പിരിയുമെന്നാണ്. ജൂത ക്രൈസ്തവർ 72 വിഭാഗങ്ങളായി തിരിഞ്ഞു. എൻ്റെ ഉമ്മത്ത് 73 വിഭാഗമായി തിരിയും. കുല്ലുഹും ഫിന്നാർ ഇല്ലാ മില്ലതൻ വാഹിദ. എല്ലാവരും നരകത്തിലാണ്, എന്നാൽ ഒരു വിഭാഗം മാത്രമാണ് സ്വർഗത്തിലേക്ക് പോകുന്നത്. ഏതാ ആ മാർഗം? മാ അന അലൈഹി അൽയൗമ വഅസ്ഹാബി. ഞാനും എൻ്റെ സഹാബത്തും ഇന്ന് ഏതൊരു മാർഗത്തിൽ നിലകൊണ്ടിട്ടുണ്ടോ, ഏതൊരു നിലപാടിലാണ് ഉള്ളത്, ആ നിലപാട് സ്വീകരിച്ച, ആ ആദർശത്തെ സ്വീകരിച്ച, ആ രൂപത്തിൽ ആചരിച്ച, ആ രൂപത്തിൽ ദീനിനെ ഉൾക്കൊണ്ടുകൊണ്ട മുന്നോട്ട് പോയ ആളുകൾ, അവർക്കാണ് വിജയമുള്ളത്, അവർക്കാണ് പരലോക രക്ഷയുള്ളത്, അവരാണ് വിജയിക്കുന്നവർ എന്ന് ആദരവായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. അപ്പോൾ അഭിപ്രായ ഭിന്നതകൾ ഉടലെടുക്കുമ്പോൾ നമ്മുടെ നിലപാട് എന്താകണം? നമുക്ക് പലപ്പോഴും വരുന്ന സംശയമാണ്. നബിദിനം വരുമ്പോൾ, റാത്തീബ് വരുമ്പോൾ, അല്ലെങ്കിൽ അള്ളാഹു അല്ലാത്ത ആളുകളുടെ പേരിൽ നേർച്ച ചെയ്തുകൊണ്ട് ബദരീങ്ങളുടെ ആണ്ട് നേർച്ചയുടെ ചോറ് വീട്ടിലേക്ക് വരുമ്പോൾ പലപ്പോഴും വിളിച്ചു ചോദിക്കാറുണ്ട്, ഉസ്താദേ എന്ത് ചെയ്യണം? ഭക്ഷണം വന്നിട്ടുണ്ട്, ഇറച്ചി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്, ഇത്തരം ബിദ്അത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്, ആചാരങ്ങൾക്ക് ക്ഷണിക്കപ്പെട്ടിട്ടുണ്ട്, എന്ത് ചെയ്യണം? ഒരു മുസ്ലിമിന് ഒരു നിലപാടുണ്ടാകണം. ഈ വിഷയങ്ങളിൽ നമുക്കൊരു നിലപാടുണ്ടാകണം. ആ നിലപാടിനെ കുറിച്ചും അത്തരം ബിദ്അത്തുകളുടെ വിഷയത്തെക്കുറിച്ചും ഗൗരവമായി ഇസ്ലാം പഠിപ്പിച്ചു നൽകുന്നുണ്ട്. ഒരു മുസ്ലിം എന്താണ് ഈ വിഷയത്തിൽ നിലപാടെടുക്കേണ്ടത് എന്ന് പറയുമ്പോൾ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദ്യമായി ഉണർത്തുകയാണ്, ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ. അവിടെ വയ്ക്കാനുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു അച്ചുതണ്ട് എന്നത് ഫഅലൈക്കും ബിസുന്നതി, എൻ്റെ സുന്നത്ത് അവിടെ ഉണ്ടെന്നാണ്. പ്രവാചകന്റെ മാതൃക അവിടെ ഉണ്ട്. ഒരാൾ മരിച്ചു, എന്തൊക്കെ ചെയ്യണം പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നിസ്കാരവും നിസ്കാരത്തിന് ശേഷമുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രവാചകനോട് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൂട്ടപ്രാർത്ഥന എന്നത് നമ്മുടെ നാട്ടിൽ വ്യാപകമാണ്. പ്രവാചകൻ നിസ്കാരം ഒരു ദിവസമോ ഒരു 5 വക്തോ അല്ല നിസ്കരിച്ചത്, 10 വർഷത്തോളം നിസ്കരിച്ചു. ആ 10 വർഷത്തിൽ എവിടെയാണ് കൂട്ടപ്രാർത്ഥന നടത്തിയത് എന്ന് പ്രവാചകന്റെ സുന്നത്തിലേക്ക്, ആ നിസ്കാരത്തിലേക്ക് ഒന്ന് മടങ്ങിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇങ്ങനെ തുടങ്ങി ഏതേത് വിഷയത്തിലും ഫഅലൈക്കും ബിസുന്നതി വസുന്നതിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നിങ്ങൾക്ക് എൻ്റെ സുന്നത്തുണ്ട്. എൻ്റെ സഹാബത്തായ ഖുലഫാഉർ റാഷിദീങ്ങളായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി എന്നിവരായ സഹാബത്ത്, പ്രഗൽഭരായ ഖുലഫാഉർ റാഷിദീങ്ങൾ, അവരുടെ മാർഗം നിങ്ങൾക്ക് സ്വീകരിക്കാം. അള്ളു അലൈഹാ ബിൻ നവാജിദ്, നിങ്ങൾ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കൂ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് മടങ്ങിയാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. നമുക്കിടയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം പ്രവാചകനിലേക്ക് മടക്കൂ, റസൂലിലേക്ക് മടക്കൂ, സ്വഹാബത്തിലേക്ക് മടക്കൂ. എല്ലാ പ്രശ്നത്തിനും അവിടെ പരിഹാരമുണ്ട് എന്നാണ്. എല്ലാ അഭിപ്രായ ഭിന്നതകൾക്കും ഒരു തീർപ്പ് കൽപ്പിക്കാൻ നമുക്കവിടെ കാണുമെന്നാണ്. ഏതായാലും ബിദ്അത്തുകൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ട അടിസ്ഥാനപരമായ ചില വിഷയങ്ങളുണ്ട്. ഒന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ബിദ്അത്ത് എന്നത് 2 വിധമുണ്ട്. ബിദ്അത്ത് എന്നത് 2 വിധമുണ്ട്. അതിൽ ഒന്നാമത്തത് വിശ്വാസത്തെ ബാധിക്കുന്ന ബിദ്അത്തുകൾ, വിശ്വാസത്തെ പോലും ഇല്ലാതാക്കി കളയുന്ന, ഇസ്ലാമിൽ നിന്ന് പുറത്താക്കി കളയുന്ന ബിദ്അത്തുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൽപ്പെട്ടതാണ് ഖവാരിജുകളുടെ വിശ്വാസം. ഖവാരിജുകൾ അവർ ഉടലെടുക്കുന്ന സമയം അവർ ആദ്യം പ്രഖ്യാപിച്ചത് ഇനിൽ ഹുക്മു ഇല്ലാ ലില്ലാഹ്, അള്ളാഹ്ക്ക് മാത്രമാണ് വിധി കൽപ്പിക്കാൻ അവകാശമുള്ളൂ എന്ന വാദവുമായി മുന്നോട്ട് വന്നതിന് ശേഷം അലി റളിയല്ലാഹു അൻഹു കാഫിറാണെന്നും അലി റളിയല്ലാഹു അൻഹു അതുപോലെയുള്ള മറ്റു സഹാബത്തുകളെ ചീത്ത പറയുകയും
അത്തരം ആക്ഷേപിക്കപ്പെടേണ്ടവരാണ് എത്രത്തോളം ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയെ പോലും, ആയിഷ റളിയല്ലാഹു അൻഹയെ പോലും ചീത്ത പറയണമെന്ന് പോലും പഠിപ്പിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് അവരുടെ വിശ്വാസം വികലമായി പോകുന്ന സാഹചര്യമുണ്ടായി. ചില പണ്ഡിതന്മാർ പറഞ്ഞത് ഇത് കുഫർ തന്നെയാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കാര്യമാണ് എന്ന് പഠിപ്പിക്കുന്നുണ്ട്. കാരണം ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന്റെ വിഷയത്തിൽ ഒരു വിശ്വാസി എടുക്കേണ്ട നിലപാടിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ലാ തസുബ്ബു അസ്ഹാബി, നിങ്ങൾ എന്റെ സഹാബത്തിനെ ചീത്ത പറയരുത് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസ കാര്യങ്ങളിൽ ചില ആളുകൾക്ക് ബിദ്അത്തുകൾ വന്നിട്ടുണ്ട്. അത്തരം ബിദ്അത്തുകളെ ബിദ്അത്തുൽ മുകഫറ എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ വിശ്വാസ രംഗത്ത് ബിദ്അത്ത് വന്ന മറ്റു ചില വിഭാഗങ്ങളാണ് ഖദരിയാക്കൾ. അവരുടെ വിശ്വാസപ്രകാരം ഇന്നിപ്പോ ഈ ഖുതുബ നടക്കുന്നതിന് മുമ്പ് അള്ളാഹ്ക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല, ഇവിടെ ആരാണ് ഖുതുബ പറയുന്നതെന്നോ ഈ പള്ളിയിൽ ആരൊക്കെയാണോ വരുന്നത് എന്ന് അള്ളാഹ്ക്ക് അറിയില്ല, അത് സംഭവിക്കുമ്പോൾ മാത്രമാണ് അള്ളാഹു അറിയുന്നത് എന്ന ഒരു പിഴച്ച വിശ്വാസം അവരിലേക്ക് വന്നു. അത് ബിദ്അത്തായ വിശ്വാസമാണ്. എന്നാൽ അള്ളാഹുവിനെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നത്, പ്രവാചകൻ പഠിപ്പിച്ചെന്നത്, അള്ളാഹു അലീമുൻ ബിദാത്തി സുദൂർ, ഹൃദയാന്തരങ്ങളിലുള്ളത് പോലും അറിയുന്നു. അള്ളാഹു മുൻകൂട്ടി അറിഞ്ഞതുകൊണ്ടാണ് ലൗഹൽ മഹ്ഫൂദ് രേഖപ്പെടുത്തി വെച്ചിട്ടുള്ളത്. അള്ളാഹു എല്ലാ കാര്യങ്ങളും, വരാനിരിക്കുന്നതും വന്നതും കഴിഞ്ഞതും ഇനി ലോകാവസാനം വരെ വരാനിരിക്കുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളവനാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഇന്നല്ലാഹ ബികുല്ലി ഷൈഇൻ അലീം, എല്ലാ കാര്യത്തെക്കുറിച്ചും അള്ളാഹു അറിയുന്നവനാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസം അത് ബിദ്അത്തായ വിശ്വാസ രംഗത്തെ തകർത്ത് കളയുന്ന ബിദ്അത്താകുന്നു എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. മറ്റു ചില ആളുകളാകട്ടെ, സൂഫികളും മറ്റു ചില ഷിയാക്കളുമായ ആളുകൾ, അവർ വാദിച്ചത്, അവർ ബിദ്അത്തുമായി വന്നത് ഈ ലോകത്തെ നിയന്ത്രിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഏൽപ്പിച്ചു എന്നാണ്. മുദബ്ബിറുൽ ആലമായി പ്രവാചകനെ ഏൽപ്പിച്ചു. ആ പ്രവാചകൻ അലി റളിയല്ലാഹു അൻഹുവിനെ ഏൽപ്പിച്ചു. ഇന്ന് ചില ആളുകൾ പറഞ്ഞു നടക്കുന്നു CM മടവൂരാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ്. ഇത്തരം പിഴച്ച വിശ്വാസങ്ങൾ അത് ബിദ്അത്താണ്. വിശ്വാസത്തിൽ വന്ന ബിദ്അത്ത് അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു കൊണ്ടുപോകുന്ന, ഇസ്ലാമിനെ നശിപ്പിച്ചു കളയുന്ന, അത്തരം വിശ്വാസത്തിൽ നിന്ന് പുറത്തു കടത്തുന്ന നവാഖിദുൽ ഇസ്ലാമിൽ പെട്ടതാണ് എന്ന് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. എന്നാൽ ഇന്ന് ചില ആളുകൾ നമ്മുടെ നാട്ടിൽ പോലും അള്ളാഹു അല്ലാത്ത ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കാം എന്ന് പറയുന്ന അത്തരം വിശ്വാസവും നമ്മുടെ സമൂഹത്തിനിടയിലുണ്ട്. അതും ബിദ്അത്തായ വിശ്വാസമാണ്. ആ വിശ്വാസം ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. കാരണം വിശുദ്ധ ഖുർആൻ നേർക്കുനേർ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു സുബ്ഹാനഹു തആലയിൽ ശിർക്ക് ചെയ്യുന്ന, പങ്കു ചേർക്കുന്നത് ഒഴിച്ച് ബാക്കി ഏത് തിന്മയും അല്ലാഹു പുറത്തു തരും. പക്ഷേ അല്ലാഹുവിൽ പങ്കു ചേർക്കുക എന്നത് അല്ലാഹു പുറത്തു തരികയില്ല എന്ന് പറയുമ്പോൾ, ഇന്നല്ലദീന തദ്ഉന മിൻ ദൂനില്ലാഹ്, അല്ലാഹുവിന് പുറമെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവർ ഒരു കാരക്കക്കുരുവിനെ പോലും ഉടമപ്പെടുത്തുന്നില്ല എന്നും അത്തരം ആളുകളോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നത് വ്യർത്ഥമായ കാര്യമാണ് എന്നും കൃത്യമായി വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങൾ നമുക്ക് പഠിപ്പിച്ചു നൽകുമ്പോൾ, ഔലിയാക്കളിലേക്ക് അള്ളാഹുവിനെ വിളിക്കുന്നതിന് പകരം ഔലിയാക്കന്മാരെ വിളിക്കുന്ന അത്തരം ബിദ്അത്തായ വിശ്വാസങ്ങൾ കടന്നു വന്ന ഒരു സാഹചര്യം നമ്മുടെ ഇടയിലുണ്ട്. അത്തരം ബിദ്അത്തുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു കടത്തുന്ന കാര്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ഇനി രണ്ടാമത്തത് ബിദ്അത്ത് കർമ്മങ്ങളിൽ വരുന്ന ബിദ്അത്തുകളാണ്. അത് നമ്മുടെ ഇടയിൽ വ്യാപകമാണ്. ഇത്തരം വിശ്വാസത്തെ തകർത്തു കളയുന്ന ബിദ്അത്ത് ഇല്ലാത്ത ആളുകൾക്കിടയിൽ പോലും കർമ്മങ്ങളെ തകർത്തു കളയുന്ന ഇബാദത്തുകൾ, ബിദ്അത്തുകൾ നമുക്കിടയിലുണ്ട് എന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തരാത്ത, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നടന്ന സഹാബത്തിന് പരിചയമില്ലാത്ത, ആ രൂപത്തിൽ അവർ ഒന്നും ആചരിക്കാത്ത പുത്തൻ ആചാരങ്ങൾ, പുത്തൻ വാദങ്ങൾ, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അത് കൊണ്ട് നടക്കുക എന്നതാണ് ഈ കർമ്മത്തിൽ വരുന്ന ബിദ്അത്ത്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഏതായാലും സുബഹിക്ക് വരികയാണല്ലേ, കഷ്ടപ്പെട്ട് ഉറക്കം കളഞ്ഞ് രാവിലെ തണുപ്പത്ത് മഴയും കൊണ്ട് സുബഹിക്ക് പള്ളിയിൽ വരുന്നു. ഒരു 3 റക്അത്ത് നിസ്കരിച്ച് കളയാം, എന്തായാലും നിസ്കാരം നല്ലതല്ലേ എന്ന് വിചാരിച്ച് 3 റക്അത്ത് ആരെങ്കിലും നിസ്കരിച്ചാൽ അവൻ്റെ ആ നിസ്കാരം 3 റക്അത്തും ബാത്തിലാണ്. കാരണം അത് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. നല്ലതല്ലേ എന്ന് പറഞ്ഞ് ചെയ്തതാണെങ്കിൽ പോലും അത് ബാത്തിലാണ് എന്ന് മാത്രമല്ല, ആ 2 റക്അത്ത് സുബഹി നിസ്കരിക്കാത്തതിന്റെ പേരിൽ നാളെ പരലോകത്ത് അവന് കുറ്റവും കിട്ടും. അതുകൊണ്ട് തന്നെ ബിദ്അത്ത് എന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തരാത്ത, സഹാബത്തിന് പരിചയമില്ലാത്ത
ഏത് കർമ്മവും അത് എത്ര നല്ല കർമ്മമാണെങ്കിലും ശരി, അത് ബിദ്അത്ത് തന്നെയാണ്, അത് പുത്തനാചാരം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തി തരാം. നമ്മുടെ നാടുകളിൽ പൊതുവെ ആളുകൾ ആചരിച്ചു കൊണ്ടുവരുന്ന ചില ആചാരങ്ങൾ ബിദ്അത്തായ ആചാരങ്ങളിൽ പെട്ടതാണ് ഈ റബീഉൽ അവ്വൽ 12 നബിദിനാഘോഷവും അതുമായി ബന്ധപ്പെട്ടത്. ഇനി അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത മാസത്തിൽ റബീഉൽ ആഖിറിൽ ജീലാനി ദിനം മുഹീദ്ദീൻ ഷെയ്ഖിനോട് വിളിച്ചു പ്രാർത്ഥിക്കുന്ന രംഗങ്ങൾ വരെ അവിടെ ഉണ്ട്, ആ മാസത്തിലുണ്ട്. പള്ളികളിൽ മാലയും മൗലൂദും ഓതുന്ന 2 മാസങ്ങളാണത്. അവിടെ നിന്ന് പിന്നീട് നോക്കുമ്പോൾ റജബ് 27 ഇസ്രാ മിഅ്റാജ് എന്ന് പറഞ്ഞ് പ്രത്യേകമായ നോമ്പും പ്രത്യേകമായ ആചാരങ്ങളും വേറെ തന്നെ. ശഅബാൻ 15 ബറാഅത്തിന്റെ മറ്റൊരു നോമ്പും അതുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങൾ, അങ്ങനെ തുടങ്ങി. റമദാൻ 17 ബദരീങ്ങളുടെ ആണ്ട് നേർച്ച. അവിടെ നിന്ന് ഇങ്ങോട്ട് ഇപ്പോൾ ഈ ഹജ്ജും അതിനുശേഷമുള്ള ദിവസങ്ങൾ എടുത്തു നോക്കുമ്പോൾ മുഹറവുമായി ബന്ധപ്പെട്ട അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഒരു മാസമായിക്കൊണ്ട് ചില ആളുകൾ ചിത്രീകരിക്കപ്പെടുന്നു. ഇങ്ങനെ തുടങ്ങി സമൂഹത്തിൽ ഒരുപാട് ബിദ്അത്തുകൾ. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 4, 10, 40 അങ്ങനെ തുടങ്ങി ആണ്ടും നേർച്ചയും അങ്ങനെ തുടങ്ങി പോകുന്നു. എന്തെല്ലാം ആചാരങ്ങൾ സമൂഹത്തിനിടയിൽ സൃഷ്ടിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവിടെയാണ് ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമുക്ക് ചില നിലപാടുകളുണ്ട്, നമുക്ക് ചില നമ്മുടെ അടിസ്ഥാനങ്ങളുണ്ട്. ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? അത്തരം സദസ്സുകളിലേക്ക് ക്ഷണിക്കപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് പോകേണ്ടതുണ്ടോ? അത് പോയിട്ടില്ലെങ്കിൽ ക്ഷണം സ്വീകരിക്കാത്തതിന്റെ പേരിൽ കുറ്റം കിട്ടുമോ? ഇങ്ങനെ പല ജാതി വിഷയങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇറിറ്റേഷനായി കൊണ്ടുവന്നുകൊണ്ടേയിരിക്കും. അവിടെ ഒരു മുസ്ലിം എന്താണ് അടിസ്ഥാനപരമായി നമ്മൾ ചിന്തിക്കേണ്ടത്? ഒന്നാമത്തത് വശർറൽ ഉമൂരി മുഹ്ദസാതുഹ. നമ്മൾ എല്ലാ ഖുതുബയിലും കേൾക്കുന്ന ഒരു വിഷയമാണ് വശർറൽ ഉമൂരി മുഹ്ദസാതുഹ വകുല്ല മുഹ്ദസത്തിൻ ബിദ്അ വകുല്ല ബിദ്അത്തിൻ ളലാല വകുല്ല ളലാലത്തിൻ ഫിന്നാർ. ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, എല്ലാ പുത്തനാചാരങ്ങളും അത് വഴികേടാണ്. ആ വഴികേടുകൾ നാശത്തിലേക്ക് എത്തിക്കും. ആ നാശത്തിലേക്ക് എത്തിക്കുന്നത് എല്ലാം നരകത്തിലേക്കാണ് എത്തിക്കുന്നത് എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നു. ഒന്നാമത് ചെയ്യേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഏത് ആചാരമാണെങ്കിലും ശരി നമ്മളൊന്ന് നോക്കുക. നിസ്കാരത്തിന്റെ വിഷയത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസം ഇല്ലല്ലോ. 5 നേരത്തെ നിസ്കാരം അത് കൃത്യമായി ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. കൃത്യമായി നിസ്കരിക്കുന്നു. പ്രമാണങ്ങളൊന്നും നോക്കിയിട്ടല്ല നമ്മൾ നിസ്കാരം തുടങ്ങിയത്, ചെറുപ്പത്തിൽ തന്നെ നിസ്കരിച്ചു തുടങ്ങി. പക്ഷേ ഈ നബിദിനത്തിന്റെ വിഷയം വന്നപ്പോൾ അഭിപ്രായ വ്യത്യാസമായി. കാരണം എന്താ? അത് പ്രവാചകൻ ചെയ്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ ചെയ്യുന്നില്ല. ഇങ്ങനെ തുടങ്ങി ഓരോ വിഷയത്തെക്കുറിച്ചും കൃത്യമായി നമ്മൾ പഠിക്കണം എന്നാണ് പറയാനുള്ളത്. ഈ ഇരിക്കുന്ന ഓരോ ആളുകളും നമ്മൾ പഠിക്കണം. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ആചാരങ്ങൾ, നമ്മുടെ വീടിനകത്ത് നടക്കുന്ന ആചാരങ്ങൾ, ഇസ്ലാമിന്റെ പേരിൽ നടക്കുന്ന ഏത് കർമ്മങ്ങളും അത് നമ്മളൊന്ന് പഠിക്കണം. ഇതിന് പ്രമാണമുണ്ടോ? ഇതിനെന്താണ് നിലപാട്? ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് ഞാനത് ചെയ്യാൻ പാടുണ്ടോ എന്ന വിഷയത്തെക്കുറിച്ച് കൃത്യമായ കാഴ്ചപ്പാടില്ലാത്ത പ്രവർത്തനമാണെങ്കിൽ അതിൽ ജഹാലത്തുണ്ടാകും. അത് തീർത്തും നഷ്ടത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകും. ഈ നിസ്കാരം പോലും നമ്മൾ അറിയാതെയാണ്, ഈ നിസ്കാരത്തിന്റെ വിഷയത്തിൽ കൃത്യമായ കാഴ്ചപ്പാടോ അറിവോ ഇല്ലാത്ത രൂപത്തിലാണ് ഒരാൾ നിസ്കരിക്കുന്നതെങ്കിൽ ആ നിസ്കാരം പോലും അവന് ഉപകാരപ്പെടില്ല എന്നാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ വിഷയത്തിലെങ്കിലും നമ്മളൊന്ന് ആഴത്തിലൊന്ന് പഠിക്കണം. ആഴത്തിലേക്ക് എത്തി പഠിക്കാൻ, പ്രമാണങ്ങൾ നേർക്കുനേർ കണ്ട് പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ പോലും അതിൻ്റെ ഒരു വസ്തുതയെക്കുറിച്ചെങ്കിലും പഠിക്കാൻ നമ്മൾ പരിശ്രമിക്കണം എന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ വിഷയത്തിൽ നിങ്ങൾ നോക്കേണ്ടത് പ്രവാചകനിലേക്കാണ്, സഹാബത്തിലേക്കാണ്. ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. നിങ്ങൾക്ക് എൻ്റെ മാർഗമുണ്ട്, എൻ്റെ ഖുലഫാ റാഷിദീങ്ങളായ സഹാബത്തിന്റെ മാർഗമുണ്ട്. ആ മാർഗത്തിലേക്ക് നിങ്ങൾ തിരിച്ചു മടങ്ങണം, അതിനെ നിങ്ങൾ മുറുകെ പിടിക്കണം, അതിനെ അണപ്പല്ലുകൊണ്ട് കടിച്ചു പിടിക്കണമെന്നാണ് ആദരവായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു നൽകുന്നത്. മാത്രമല്ല, ഇത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ വരുമ്പോൾ വിശുദ്ധ ഖുർആനും ഒരു നിലപാടെടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ പറയാണ്, ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ-റസൂൽ. നിങ്ങൾ അല്ലാഹുവിലേക്കും റസൂലിലേക്കും നിങ്ങൾ മടക്കൂ. നിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ ഭിന്നത നിങ്ങൾക്കിടയിൽ ഉരുവിട്ടിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ നേരെ മടങ്ങേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്, അള്ളാഹുവിന്റെ കൽപ്പനയിലേക്കും പ്രവാചകന്റെ സുന്നത്തിലേക്കുമാണ് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹ്. അത് ആർക്കേ ഉള്ളൂ ആ മടക്കം? വിശ്വാസികൾക്കേ ഉണ്ടാവുള്ളൂ എന്നാണ്. അതാണ് ആയത്തിന്റെ ബാക്കി. ഇൻ കുൻതും തുഅ്മിനൂന ബില്ലാഹി
വൽയൗമിൽ ആഖിർ ദാലിക ഖൈറുൻ വഅഹ്സനു തഅ്വീല. ഏതെങ്കിലും രൂപത്തിൽ വളച്ചൊടിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല, മറിച്ച് ഏറ്റവും നല്ല വിശദീകരണം എന്നുള്ളത് പ്രവാചകന്റെ വിശദീകരണമാണ്, ഖുർആനിന്റെ വിശദീകരണമാണ്. അതുകൊണ്ട് നിങ്ങൾക്കിടയിൽ വന്ന അഭിപ്രായ ഭിന്നതകൾ ഏതെങ്കിലും ഒരു ഉസ്താദ് പറഞ്ഞതിന്റെ അഭിപ്രായങ്ങളെ സ്വീകരിക്കാനല്ല, മറിച്ച് അള്ളാഹു എന്തു ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്, പ്രവാചകൻ എങ്ങനെയാണ് ഈ വിഷയത്തെ നോക്കിക്കണ്ടത് എന്നതാണ് നമ്മൾ പരിശോധിക്കേണ്ടതെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട്. മാത്രമല്ല മറ്റൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും, റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, തറക്തു ഫീകും അംറൈൻ, രണ്ടു കാര്യങ്ങളാണ് ഞാൻ നിങ്ങളിലേക്ക് വിട്ടയച്ചു പോകുന്നത്. ലൻ തളില്ലു മാ തമസ്സക്തും ബിഹിമാ, നിങ്ങൾ അത് രണ്ടും മുറുകെ പിടിക്കുന്ന കാലത്തോളം നിങ്ങൾ ഒരിക്കലും വഴിവിടക്കുകയില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് ഒന്ന് കിതാബ് അല്ലാഹ്, അള്ളാഹുവിന്റെ ഗ്രന്ഥമാണ്, ഖുർആനാണ്, നമ്മുടെ വീടുകളിലുള്ള ഖുർആനാണ്. അതിന്റെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ തഫ്സീറുകൾ പഠിക്കണം എന്നാണ് ഈ ഒരു സന്ദർഭത്തിൽ പ്രത്യേകമായി ഓർമ്മപ്പെടുത്താനുള്ളത്. എല്ലാ ആഴ്ചയിലും ഇവിടെ ഒരു ക്ലാസ്, തഫ്സീറിന്റെ ക്ലാസ് ഇവിടെ നടക്കുന്നുണ്ട്. ആ ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കാൻ നമ്മൾ പരിശ്രമിക്കണം. മറ്റു നിങ്ങളുടെ നാടുകളിൽ ഉള്ള ക്ലാസ്സുകളിൽ, അത്തരം ക്ലാസ്സുകളിൽ പങ്കെടുത്ത് ഖുർആനിനെ ഒന്ന് അടുത്തറിയാൻ നമ്മൾ പരിശ്രമിക്കണം. അതുപോലെ തന്നെ പ്രവാചകൻ രണ്ടാമത് പറഞ്ഞത് പ്രവാചകന്റെ സുന്നത്തിനെ ഞാൻ ഇതാ വിട്ടേച്ചു പോവുകയാണ്. അതായത് ഖുർആനുമുണ്ട് സുന്നത്തുമുണ്ട്, അത് മുറുകെ പിടിക്കുന്ന കാലത്തോളം ഒരിക്കലും അഭിപ്രായ വ്യത്യാസത്തിൽ നമ്മൾ വഴിപിഴച്ചു പോവുകയില്ല എന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, സഹോദരങ്ങളെ, ഒരു ബിദ്അത്ത് കാണുമ്പോൾ ഒരു മുസ്ലിം എന്താ എടുക്കേണ്ട തീരുമാനം? ഒരു ബിദ്അത്ത് നമ്മുടെ പ്രത്യക്ഷമായി ഈ ഖുർആനിലേക്കും സുന്നത്തിലേക്കും എടുത്തു വെച്ച് നോക്കുമ്പോൾ ഇന്ന കാര്യം ബിദ്അത്താണെന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ പ്രവാചകൻ അവിടെയും ചില അധ്യാപനങ്ങൾ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ മാ ലൈസ ഫീഹി ഫഹുവ റദ്ദുൻ. ഒരു പുതിയ കാര്യം ഉടലെടുത്തു, അല്ലേ? ഈ നബിദിനാഘോഷം എന്ന ഇത്തരം പുത്തൻ ആചാരങ്ങൾ എപ്പോഴാണ് ഉടലെടുത്തത്? ഹിജറ 300 ശേഷം ഉടലെടുക്കുകയും ഹിജറ 600 അത് വ്യാപകമാവുകയും ചെയ്യുന്ന സാഹചര്യം. അതായത് പ്രവാചകൻ വഫാത്തായി 300ഓളം വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നബിദിനം എന്ന ആഘോഷം വന്നത്. മുഹീദ്ദീൻ മാല എന്നത് ഒരു 400 വർഷം മാത്രമേ ആയിട്ടുള്ളൂ അതിന്റെ തുടക്കം. പക്ഷെ ഇന്നും അത് വലിയ സംഭവമായി, വലിയ രോഗത്തിന് പോലും ശിഫയായിക്കൊണ്ട് ചില ആളുകൾ പാടിപ്പഠിക്കുന്ന ചില സാഹചര്യങ്ങൾ ഇന്നുമുണ്ട്. സഹോദരങ്ങളെ, ഇത് നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ പ്രവാചകൻ ചെയ്തിട്ടില്ല, മുഹീദ്ദീൻ മാല പ്രവാചകൻ ചെയ്തിട്ടില്ല. മുഹീദ്ദീൻ ഷേഖെ കാക്കണേ എന്ന് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടില്ല. കാരണം പ്രവാചകന്റെ ആ ജീവിത കാലഘട്ടത്തിൽ മുഹീദ്ദീൻ ഷേഖ് ജീവിച്ചിരുന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് പൂർത്തീകരിക്കപ്പെട്ട ദീനിൽ മുഹീദ്ദീൻ ഷേഖിനെ വിളിച്ചു പ്രാർത്ഥിക്കണമെന്ന അധ്യാപനം വന്നു? അത് വിശ്വാസ രംഗത്ത് കടന്നു വന്ന പുത്തനാചാരമാണ് എന്ന തിരിച്ചറിവുണ്ടാവുമ്പോഴാണ് സഹോദരങ്ങളെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അത്തരം പുത്തനാചാരങ്ങൾ കടന്നു വരുന്ന സമയത്ത് അതിനെ തള്ളിക്കളയണം, അതിനെ സ്വീകരിക്കാൻ പാടില്ല. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് അത്തരം പുത്തൻ ആചാരങ്ങളെ സ്വീകരിക്കുക എന്നത് ഒരു മുസ്ലിമിന്റെ നിലപാടല്ല. തൽക്കാലം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം, എന്തായാലും ബന്ധുക്കാർ പറഞ്ഞല്ലേ, അല്ലെങ്കിൽ ഉസ്താദ് പറഞ്ഞല്ലേ എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ഒരു അഡ്ജസ്റ്റ്മെന്റ് എന്ന ഏർപ്പാട് ഇസ്ലാമിലില്ല. അതുകൊണ്ടാണ് അതിനെ തള്ളിക്കളയണമെന്ന് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. തീർന്നില്ല, ഇനി കാക്ക കാരണവാര് ചെയ്തു വന്നതല്ലേ എന്നതാണ് ചില ആളുകളുടെ നിലപാട്. ഉപ്പയും ഉമ്മയൊക്കെ ഇത്രയും കാലം ചെയ്ത് ഇനിയിപ്പോ ഞാൻ എങ്ങനെ ഒഴിവാക്കും എന്നതാണ് ചില ആളുകൾ ന്യായം പറയാം. സത്യം ബോധ്യപ്പെട്ടാലും ചില ആളുകൾക്കുള്ള ന്യായം അതാണ്. ഉപ്പയും ഉമ്മയൊക്കെ അങ്ങനെ ചെയ്യുന്നു, വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യുന്നു, തൽക്കാലം ഞാൻ ഇങ്ങനെ പോയിക്കോട്ടെ, കാര്യമൊക്കെ എനിക്ക് മനസ്സിലായി, തൽക്കാലം ഞാൻ ഇങ്ങനെ നിൽക്കാം എന്നതാണ് ചില ആളുകളുടെ നിലപാട്. അവിടെയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ. പ്രവാചകന്റെ അധ്യാപനമില്ലാത്ത ഏതു കർമ്മം, ഏതു ഹോജ ചെയ്താലും, എത്ര വലിയ ഉസ്താദ് ചെയ്താലും, എത്ര വലിയ ഖാദി ചെയ്താലും ശരി, ഫഹുവ റദ്ദുൻ, അതും തള്ളപ്പെടേണ്ടതാണ്. കാരണം ഏറ്റവും വലിയ ഔലിയ എന്നത്, ഏറ്റവും വലിയ ഈ ലോകത്തിലെ ഏറ്റവും നല്ല സൃഷ്ടി, ഏറ്റവും അഷ്റഫുൽ ഖൽഖ് അത് പ്രവാചകനാണ്. ആ പ്രവാചകൻ പഠിപ്പിച്ചു തന്നതേ ദീനുള്ളൂ, അന്നുള്ളതേ ദീനുള്ളൂ. ഇന്നുള്ളത് ദീനല്ല, ഇന്ന് പഠിപ്പിക്കപ്പെടുന്നത് ദീനല്ല, മറിച്ച് അന്ന് പഠിപ്പിച്ചത് ഇന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അത് ദീനാണ്. അന്ന് പഠിപ്പിക്കാത്തത് ഇന്ന് പഠിപ്പിക്കുകയാണെങ്കിൽ അത് ദീനല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണമെന്നാണ് ഓർമ്മപ്പെടുത്താനുള്ളത്. അതുകൊണ്ട് ചില ആളുകൾ പറയും, നല്ലതല്ലേ, ദിക്റല്ലേ, പ്രാർത്ഥനയല്ലേ, ഇങ്ങനെ തുടങ്ങി ചില ന്യായങ്ങൾ വേറെയും കൊണ്ടുവരാറുണ്ട് ബിദ്അത്തിന്റെ വിഷയത്തിൽ.
കാരണവന്മാർ ചെയ്തു വന്നത് എന്ന് പറഞ്ഞ് ന്യായങ്ങൾ പറയുന്നവരുണ്ട്. എന്നാൽ ഏതായാലും നല്ലതല്ലേ, പ്രാർത്ഥനയല്ലേ, ദിക്റല്ലേ എന്ന് പറഞ്ഞ് ചില ന്യായങ്ങൾ പറയുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. ബിദ്അത്തിന്റെ വിഷയത്തിൽ എടുക്കുന്ന സമീപനത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്നാൽ ആ സമീപനം പോലും നമുക്ക് എടുക്കാൻ പാടില്ല എന്നാണ് ഹദീസിൽ കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ഒന്ന് തുമ്മുകയുണ്ടായി. ആ തുമ്മുന്ന സമയത്ത്, തുമ്മുമ്പോൾ സാധാരണ നമ്മളെ പഠിപ്പിക്കപ്പെട്ടത് അൽഹംദുലില്ലാ എന്ന് പറയാനാണ്. എന്നാൽ ഈ മനുഷ്യൻ പറഞ്ഞത് അൽഹംദുലില്ലാ വസ്സലാമു അലാ റസൂലില്ലാ. അൽഹംദുലില്ലയും പറഞ്ഞു, നബിയുടെ മേലൊരു സ്വലാത്തും പറഞ്ഞു. അൽഹംദുലില്ലയും പറഞ്ഞു, നബിയുടെ മേലൊരു സ്വലാത്തും പറഞ്ഞു. നല്ലതല്ലേ, നബീന്റെ മേൽ സ്വലാത്തല്ലേ, 10 കൂലിയല്ലേ, പിന്നെന്താ പ്രശ്നം? പക്ഷെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കണിശമായി അവിടെ ഇടപെട്ടു എന്നാണ്. അദ്ദേഹം പറയാണ് അന അഖൂലു അൽഹംദുലില്ലാ. നീ എങ്ങനെയാണ് അൽഹംദുലില്ലയും വസ്സലാത്തു അലാ റസൂലില്ലാ എന്നും പറയുക? വലൈസ ഹകദാ അല്ലംനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. നമുക്ക് പ്രവാചകൻ പഠിപ്പിച്ചെന്ന ഈ രൂപത്തിലല്ല, മറിച്ച് അൽഹംദുലില്ലാ എന്ന് പറയാനാണ് നമുക്ക് ആദരവായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച്, ബിദ്അത്തുകളുടെ ഗൗരവങ്ങളെ കുറിച്ച് പറയുമ്പോൾ ചില ആളുകൾ പറയാണ് ഇവർ നന്മ മുടക്കിയതാണ്, ഇവർ സ്വലാത്തിനെ വിരോധിക്കുന്ന ആളുകളാണ്, അല്ലെങ്കിൽ സ്വലാത്തില്ലാത്ത ആൾക്കാരാണ്, പ്രവാചകനോട് ഇഷ്ടമില്ലാത്ത ആൾക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സത്യത്തിന്റെ നിലപാട് സ്വീകരിക്കുന്ന ആളുകളെ ആക്ഷേപിക്കുന്ന ചില ആളുകൾ സമൂഹത്തിലുണ്ട്. ബിദ്അത്തുകൾ പേറുകയും ചെയ്യും, എന്നാൽ ബിദ്അത്തിനെതിരെ നിൽക്കുന്ന ആളുകളെ ആക്ഷേപിക്കുകയും ചെയ്യും. ഞാൻ ചോദിക്കട്ടെ, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു മുത്തബിഉ സുന്ന എന്നാണ് അദ്ദേഹത്തെ കുറിച്ച് ലോകം വിളിച്ചത്. ആ ഇബ്നു ഉമർ അൻഹു സ്വലാത്ത് വിരോധിയാണോ? ആ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ഇഷ്ടമില്ലാത്തവനാണോ? പ്രവാചകന്റെ ഓരോ നിലപാടുകളെയും ചാണിന് ചാണായി പിൻപറ്റിയ, പ്രവാചകന്റെ കാൽപാദങ്ങളെ പോലും പിൻപറ്റിയ ഒരു സഹാബിയായിരുന്നു ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. ആ ഇബ്നു ഉമർ റളിയല്ലാഹുവിനെ കുറിച്ച് ആരെങ്കിലും സ്വലാത്ത് വിരോധി എന്ന് പറയുമോ? എന്നാൽ ഇവിടെ ബിദ്അത്തിന്റെ ഗൗരവത്തെ കുറിച്ച് മനസ്സിലാക്കാൻ ഏറ്റവും പറ്റിയ ഒരു സംഭവമാണ് ഈ തുമ്മിയ വിഷയവുമായി ബന്ധപ്പെട്ട് അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ എന്ന് പറഞ്ഞ ഒരു മനുഷ്യനോട് നീ അങ്ങനെ സ്വലാത്ത് ചൊല്ലരുത്, കാരണം അവിടെ അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അതിനെ എതിർക്കുക എന്നത് നമ്മുടെ ബാധ്യതയാണ്. ബിദ്അത്തിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നത് നമ്മുടെ രക്ഷാമാർഗം കൂടിയാണ്. അതുകൊണ്ട് ഇത്തരം തിന്മകളിൽ നിന്നും ബിദ്അത്തായ കർമ്മങ്ങളിൽ നിന്നുമെല്ലാം നമ്മൾ മാറി നിൽക്കൽ അനിവാര്യമാണ്. മറ്റൊരു സംഭവം നമ്മൾ അനുസ്മരിക്കുകയാണെങ്കിൽ, മഹാനായ അബൂ മൂസ അശ്അരി റളിയല്ലാഹു അൻഹു അദ്ദേഹം കൂഫ പള്ളിയിലേക്ക് പ്രവേശിക്കാൻ, ഒരു നിസ്കാരത്തിന് വേണ്ടി, ഫർളായ നിസ്കാരത്തിന് വേണ്ടി കൂഫ പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അവിടെ ചില ആളുകൾ കൂട്ടമായിരിക്കുന്നു. അതിലൊരു നേതാവ് തസ്ബീഹും പിടിച്ചിരിക്കുന്നു. ആ തസ്ബീഹ് പിടിച്ചിരിക്കുന്ന നേതാവ് പറയുകയാണ്, കബ്ബിറൂ മിഅ ഹല്ലിലൂ മിഅ, നിങ്ങൾ അല്ലാഹു അക്ബർ 100 പ്രാവശ്യം പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് 100 പ്രാവശ്യം പറയൂ, അൽഹംദുലില്ലാഹ് 100 പ്രാവശ്യം പറയൂ എന്ന് പറയുമ്പോൾ അവർ അത് ഏറ്റു പറയുന്നു. 100 പ്രാവശ്യം അവർ പറയുന്നു. അദ്ദേഹം വേഗം പള്ളിയിൽ നിന്നും പുറത്തിറങ്ങി. മുമ്പൊന്നും അദ്ദേഹം ആ ഒരു പ്രവർത്തനം കണ്ടിട്ടില്ല. അദ്ദേഹം വേഗം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് മറ്റൊരു സഹാബിയുടെ അടുക്കൽ ചെന്നിട്ട് പറയാണ്, ഞാനൊരു ഹൈറായ കാര്യം കണ്ടു, പക്ഷേ എനിക്കത് ഒരു മുൻകറത്തായിക്കൊണ്ട്, ഒരു വെറുക്കപ്പെട്ട കാര്യമായിട്ടുണ്ട് കാണാൻ സാധിച്ചു. അദ്ദേഹം പറയാണ്, കണ്ടത് നല്ല കാഴ്ചയാണ്, കാരണം അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബറൊക്കെയാണ് പറയുന്നത്, പക്ഷെ അതെനിക്കൊരു ഒരു സുഖമായി തോന്നിയിട്ടില്ല. നേരെ 2 സ്വഹാബികളും തിരിച്ചു വന്നിട്ട് പറയാണ്, വൈഹക്കും യാ ഉമ്മത്ത് മുഹമ്മദ്, ഉമ്മത്ത് മുഹമ്മദ് നിങ്ങൾക്ക് നാശം. ആരോടാ പറയണെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ പറഞ്ഞ ആളുകളോട് പറയാൻ, ഉമ്മത്ത് മുഹമ്മദേ നിങ്ങൾക്ക് നാശം. നിങ്ങൾ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് നശിക്കപ്പെട്ടു പോയത്? കാരണം നിങ്ങൾ പ്രവാചകന്റെ സ്വഹാബത്ത് ഇവിടെ ജീവിച്ചിരിക്കാൻ, പ്രവാചകന്റെ പാത്രങ്ങൾ അത് ഉടഞ്ഞിട്ടില്ല, പ്രവാചകന്റെ വസ്ത്രങ്ങൾ നുരുമ്പിയിട്ടില്ല. അതിനു മുമ്പ് തന്നെ നിങ്ങൾ ഈ പുത്തൻ വാദവുമായി കൊണ്ട്, പുത്തൻ ആചാരങ്ങളുമായി കൊണ്ട് നിങ്ങൾ ഉടലെടുത്തിരിക്കുകയാണോ എന്ന് ആ സ്വഹാബികൾ അവരെ വിമർശിക്കാൻ. എന്തിന്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് ഇത് ചൊല്ലിയതിന്റെ പേരിൽ, അത് ചൊല്ലിയതിന്റെ പേരിലല്ല. അവിടെ ഒരു പ്രത്യേകമായ രൂപവും, അത് പ്രത്യേകമായ എണ്ണവും, പ്രത്യേകമായ ശൈലിയും സ്വീകരിച്ചത് കൊണ്ടാണ്, അതൊരു ബിദ്അത്തായ ശൈലിയുമായതുകൊണ്ടാണ് അവിടെ ആ സഹാബിമാർ അവിടെ ആ ഒരു വിഷയത്തെ എതിർത്തത് എന്ന് നമുക്ക് ചരിത്രങ്ങൾ വായിച്ചു നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അതിന്റെ ഏറ്റവും അവസാനം ആ ഹദീസ് ഇങ്ങനെ വായിച്ചു നോക്കുമ്പോൾ ഏറ്റവും അവസാനത്തിൽ വന്ന സ്വഹാബി അവരോട് ചോദിക്കുകയാണ്, ഹൽ മുഫ്തതിഹൂന ബാബ ളലാല, നിങ്ങൾ ദലാലത്തിന്റെ വാതിൽ തുറക്കുകയാണോ, വഴികേടിന്റെ വാതിൽ തുറക്കുകയാണോ എന്നാണ് അവരോട് ചോദിച്ചതെന്ന്.
അവര് തിരിച്ചു പറഞ്ഞ മറുപടി എന്നറിയോ? നമ്മുടെ ആളുകളൊക്കെ ഇന്ന് തിരിച്ചു പറയുന്ന മറുപടിയാണ്. അത് നല്ലതല്ല, ഏതായാലും വിമർശിക്കാനൊന്നും പോണ്ട, അവർ സ്വലാത്തും പറഞ്ഞു പോയിക്കോട്ടെ എന്ന് പറയുന്നത് പോലെയാണ് അന്ന് അവർ മറുപടി പറഞ്ഞത്. ഖാലു വല്ലാഹി യാ അബാ അബ്ദുറഹ്മാൻ മാ അരിന ഇല്ലൽ ഖൈർ. നമ്മൾ ഖൈറല്ലാതെ ഉദ്ദേശിച്ചിട്ടില്ല. മാ ഉരിദിന ഇല്ലൽ ഖൈർ, നമ്മൾ ഖൈറല്ലാതെ ഈ ദിക്ർ ചൊല്ലുന്നതിലൂടെ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് സ്വഹാബിക്ക് തിരിച്ചു മറുപടി പറഞ്ഞു കൊടുക്കാൻ. പക്ഷെ ആ ഒരു ഉദ്ദേശിച്ച ഖൈർ പോലും ബിദ്അത്താണ് എന്ന് സ്വഹാബിമാർ തിരിച്ചു പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ നാം ചെയ്യുന്ന കർമ്മങ്ങൾ അത് ബിദ്അത്താകാത്ത രൂപത്തിൽ, പ്രവാചകൻ പഠിപ്പിച്ചു തന്ന രൂപത്തിൽ, എണ്ണത്തിൽ, വണ്ണത്തിൽ, രൂപത്തിൽ, സമയത്തിൽ ചെയ്യാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അള്ളാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله أما بعد عباد الله أوصيكم وإياي ثانيا بتقوى الله. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും അതർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് നൽകുകയാണ്. ആ രൂപത്തിൽ അള്ളാഹു ഇഷ്ടപ്പെടുന്ന, തൃപ്തിപ്പെടുന്ന ജീവിതം നയിക്കുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ ഹക്കിന്റെ പാതയിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഒരു അസർ പറയുന്നുണ്ട്. ഹുദൈഫ റളിയല്ലാഹു അൻഹു അദ്ദേഹം താബിഈകളായ ആളുകളെ വിളിച്ചുകൂട്ടി ഇരുത്തിയതിനു ശേഷം 2 കല്ലെടുത്ത് ചേർത്തു പിടിച്ചു. ബിദ്അത്തിന്റെ ഗൗരവത്തെ ഉണർത്തുവാനും ചിലത് ബോധ്യപ്പെടുത്തുവാനുമാണ് അദ്ദേഹം അങ്ങനെ ഒരു പ്രവർത്തനം ചെയ്തിട്ടുള്ളത്. 2 കല്ലുകൾ ചേർത്ത് പിടിച്ചതിന് ശേഷം അദ്ദേഹം അവിടെ കൂടിയിരുന്ന ആളുകളോട് ചോദിക്കുകയാണ്, നിങ്ങൾ ഈ കല്ലുകൾക്കിടയിൽ എന്തെങ്കിലും ഒരു വെളിച്ചം കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. ഇപ്പൊ സ്വാഭാവികമായും കല്ലുകൾ ഒരേ സമനില അല്ലാത്തത് കൊണ്ട് തന്നെ ചെറിയ നേരിയതായ വെളിച്ചം അതിലൂടെ വന്നപ്പോൾ ആ കണ്ടിരുന്ന ആളുകൾ പറഞ്ഞു, മാനറ ഇല്ല ഖലീല, നമ്മളൊരല്പം മാത്രമല്ലാതെ അതിൽ നിന്ന് വെളിച്ചം കാണുന്നില്ല എന്ന് അവിടെ കൂടിയിരുന്ന താബിഈകൾ ഹുദൈഫ റളിയല്ലാഹു അൻഹുവിനോട് തിരിച്ചു മറുപടി പറയാൻ. മാനറ ബൈനഹുമാ മിനൻ നൂരി ഇല്ലാ ഖലീൽ, ഞങ്ങൾ കുറച്ചു മാത്രമാണ് അതിൽ നിന്ന് വെളിച്ചം കാണുന്നത്. അപ്പോൾ ഹുദൈഫ റളിയല്ലാഹു അൻഹു തിരിച്ചു പറഞ്ഞു കൊടുക്കുന്നു, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ, അതായത് അല്ലാഹു ആണ് സത്യം, ലതൽഹറുന്നൽ ബിദ്അ ഹത്താ ലാ യറാ മിനൽ ഹഖ് ഇല്ലാ ഖദറു മാ തറൗന മാ ബൈന ഹാദൈനിൽ ഹജറൈൻ മിനൻ നൂർ. ഈ 2 കല്ലുകൾക്കിടയിൽ നിങ്ങൾ എത്ര പ്രകാശമാത്രമാണോ കണ്ടത്, അത്ര മാത്രമേ നിങ്ങൾക്ക് ഹക്ക് നിങ്ങൾ ബോധ്യപ്പെടുള്ളൂ, അല്ലെങ്കിൽ കാണാൻ സാധ്യമാവുകയുള്ളൂ എന്ന്. ഈ കല്ലുകൾക്കിടയിൽ ബാക്കിയുള്ളതെല്ലാം ഇരുട്ടാണ്. കല്ലുകൾക്കിടയിൽ വന്ന നേരിയ പ്രകാശം, ആ പ്രകാശത്തിന്റെ കദറു മാത്രം, അത്ര തോത് മാത്രമേ നിങ്ങൾക്ക് പിൽക്കാലത്ത് ഹക്കിനെ കാണാനും, ബാക്കിയുള്ളതെല്ലാം ബിദ്അത്തായിരിക്കും എന്ന് അദ്ദേഹം നമുക്ക് സൂചിപ്പിച്ചു നൽകുന്നു. അവിടെ നിർത്തിയില്ല, അവിടെ നിന്ന് വീണ്ടും പറഞ്ഞു, വല്ലാഹി, അല്ലാഹു ആണ് സത്യം, ലതശ്വന്നൽ ബിദ്അ ഹത്താ ഇദാ തുരിക മിൻഹാ ഷൈഉൻ ഖാലൂ തുരികത്തിസ് സുന്ന. ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഇതാണ്. അന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു പറഞ്ഞു വെച്ചത് ഇന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ്? അല്ലാഹു ആണ് സത്യം. ഈ ബിദ്അത്ത് വ്യാപകമാകും. ബിദ്അത്ത് എന്നത്, പുത്തൻ ആചാരം എന്നത് വ്യാപകമാകും. അങ്ങനെ വ്യാപകമാകുന്ന കാലഘട്ടത്തിൽ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഇത് ബിദ്അത്താണെന്ന് പറഞ്ഞ് ഒഴിവാക്കി കളഞ്ഞാൽ ബിദ്അത്തിന്റെ കക്ഷികൾ പറയും, ഇവൻ സുന്നത്തിനെ ഒഴിവാക്കിയിരിക്കുന്നു. ബിദ്അത്തിനെ ഒഴിവാക്കിയപ്പോൾ ബിദ്അത്തിന്റെ കക്ഷികൾ പറയും, ഇവൻ സുന്നത്തിനെ ഒഴിവാക്കിയിരിക്കുന്നു, ഇവൻ പുത്തൻവാദിയാണ് എന്ന് വിളിക്കുന്ന സാഹചര്യം ഉണ്ടാകും, ഉടലെടുക്കുമെന്ന് ഹുദൈഫ റളിയല്ലാഹു അൻഹു അന്ന് പറഞ്ഞു വച്ചിട്ടുണ്ട്. ഇന്ന് നബിദിനത്തെ എതിർക്കുമ്പോൾ, അല്ലെങ്കിൽ മാലയും മൗലൂദും എതിർക്കുമ്പോൾ, അല്ലെങ്കിൽ ഇസ്ലാം പഠിപ്പിക്കാത്ത, ഇസ്ലാമിന് അന്യമായ ആദർശവും ആശയങ്ങളും ആരാധനാ കർമ്മങ്ങളും എതിർക്കുമ്പോൾ അവർ പറയുകയാണ്, നിങ്ങൾ പുത്തൻവാദികളാണ് എന്ന്. ഇന്ന് നമ്മൾ നേർക്ക് നേർ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, നമുക്ക് ബോധ്യപ്പെടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ബിദ്അത്തുകൾ വളരെ ഗൗരവമാണ്.
ആ ബിദ്അത്തുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ പരിശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ ബിദ്അത്ത് ഒരിക്കലും കടന്നുകൂടാൻ പാടില്ല. അങ്ങനെ ബിദ്അത്തുകളുമായി കൊണ്ടാണ് നമ്മൾ മരണപ്പെടുന്നതെങ്കിൽ നാളെ ഹൗദുൽ കൗസറിൽ നിന്ന്, ആ പൊരിവെയിലത്ത് നിന്ന് വിചാരണ കഴിഞ്ഞ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഹൗദുൽ കൗസർ കൊടുക്കപ്പെടുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിൽ നിന്ന് കോപ്പയിൽ കോരി നമുക്ക് നൽകും. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ബിദ്അത്തിന്റെ കക്ഷികൾക്കിടയിൽ മറയിടും. ആ മറയിടുന്ന സമയത്ത് പ്രവാചകൻ പറയും, റബ്ബേ, എന്റെ ഉമ്മത്താണ്, എനിക്ക് വിട്ടു നൽകണം. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു പറയുന്നതാണ്, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്. പ്രവാചകരെ, താങ്കൾക്കറിയില്ല താങ്കളുടെ കാലശേഷം ഇവരെന്തെല്ലാമാണ് ഈ ദീനുൽ ഇസ്ലാമിൽ കടത്തിക്കൂട്ടിയത് എന്ന് താങ്കൾക്കറിയില്ല എന്ന് പറയുന്ന സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അത് ബോധ്യപ്പെടുകയും ഈ വന്ന ആളുകളെ, മറയിട്ട ആളുകളോട് പറയുന്നതാണ്, സുഹ്കൻ സുഹ്കൻ ലിമൻ ഗയ്യറ ബഅദി. ഇവിടെ നിന്ന് അകന്നു പോയിക്കോളൂ, എന്റെ ദീനിൽ പുതുതായി കാര്യങ്ങൾ കടത്തിക്കൂട്ടിയ ആളുകളെ വിദൂരത്ത് പോയിക്കോളൂ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമെന്നാണ്. അതുകൊണ്ട് അത്തരം ആട്ടി ഓടിക്കലിന്റെ ദുരവസ്ഥ നമുക്ക് വരാതിരിക്കാനാണ് ഒരല്പം സമയം ഏറിപ്പോയിട്ടുണ്ടെങ്കിലും ഈ വിഷയത്തെ ഇത്ര ഗൗരവത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ ഓർമ്മപ്പെടുത്തിയത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഹക്കിനെ ഹക്കായി മനസ്സിലാക്കുവാനും ബാത്തിലിനെ ഒഴിവാക്കുവാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കൊരു പ്രാർത്ഥന കൂടി ആ വിഷയത്തിൽ പഠിക്കാനുണ്ട്. അല്ലാഹുമ്മ അരിനൽ ഹഖ്ഖ ഹഖ്ഖ വർസുഖ്നൽ ഇത്തിബാഅ വഅരിനൽ ബാത്തില ബാത്തില വർസുഖ്നാ ഇജ്തിബാഹ. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അല്ലാഹുവേ, സത്യത്തെ സത്യമായി മനസ്സിലാക്കാനും അതിനെ പിൻപറ്റാനുമുള്ള തൗഫീഖ് നീ ഞങ്ങൾക്ക് നൽകണമേ. ബാത്തിലിനെ ബാത്തിലായിക്കൊണ്ട് ഉൾക്കൊള്ളുവാനും അതിനെ വിട്ടു നിൽക്കുവാനുമുള്ള തൗഫീഖ് നീ എനിക്ക് ഏകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നമുക്ക് പ്രാർത്ഥിക്കാനും നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥന വേളകളിൽ ഈ പ്രാർത്ഥനയെ കൊണ്ടു നടക്കുവാനും കഴിയണം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതിലുപരി ബിദ്അത്തുകളിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ, സുന്നത്തിനോട് ചേർന്ന് നിൽക്കുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ സുന്നത്തിനെ മുറുകെ പിടിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുവാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ودمر أعداءك وأعداء الدين. وصلى الله على نبينا محمد وعلى آله وصحبه أجمعين. أستغفر الله لي ولكم ولسائر المسلمين من كل ذنب إنه هو الغفور الرحيم. أقم الصلاة.